മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകമുള്ള ഒരു വാർത്ത അത് പുറത്തു വരുന്നത് യുക്രൈൻ റഷ്യ യുദ്ധമുഖത്തിൽ നിന്നാണ്. ഈ യുദ്ധം നമുക്കറിയാം 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ്. നിരവധി സൈനികർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. യുക്രൈന് വലിയ നാശനഷ്ടമുണ്ടായി. റഷ്യയ്ക്കും ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കാത്ത പശ്ചാത്തലമുണ്ട്. അവിടെയും പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അവിടെയാണ് യുക്രൈൻ പുതിയ യുദ്ധതന്ത്രം പരീക്ഷിക്കുന്നത്. നമുക്കറിയാം യുക്രൈൻ ലോകരാജ്യങ്ങളോട് സഹായത്തിന് അഭ്യർത്ഥിക്കുമ്പോഴും പല സഹായങ്ങളും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ അവരിപ്പോൾ റോബോട്ടുകളെ ഉപയോഗിച്ച് യുദ്ധം നിയന്ത്രിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മനുഷ്യശേഷിയുടെ ദൗർലഭ്യം എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സാങ്കേതിക വിദ്യയെ ഒരു വലിയ ആയുധമാക്കി മാറ്റുകയാണ് യുക്രൈൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. നഗരയുദ്ധങ്ങളിൽ പങ്കെടുത്ത പരിചയസമ്പന്നരായ സൈനികർ യുദ്ധമുഖത്തേക്ക് നേരിട്ടെത്തുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. അതിൽ പ്രധാനം ഇവർ റിമോട്ട് കൺട്രോളിലൂടെ ഈ റോബോട്ടുകളെ നിയന്ത്രിക്കുകയാണ്. ഡ്രോണുകളും മറ്റും തത്സമയ ദൃശ്യങ്ങളിലൂടെ നിരീക്ഷിച്ചുകൊണ്ട് റോബോട്ടുകളെ ഈ റഷ്യൻ സൈന്യത്തിന് നേരെ അയക്കുകയാണ്. അങ്ങനെ നിരവധി ഓപ്പറേഷനുകൾ ഇതിനകം നടത്തിക്കഴിഞ്ഞു എന്നാണ്. ചരിത്രത്തിൽ ആദ്യമായി ഒരു റഷ്യൻ സൈനിക പോസ്റ്റ് പൂർണ്ണമായും റോബോട്ടുകളും ഡ്രോണുകളും മാത്രം ഉപയോഗിച്ച് യുക്രൈൻ പിടിച്ചെടുത്തു എന്ന വിവരങ്ങൾ കൂടിയാണ് വരുന്നത്. അതായത് സാങ്കേതിക വിദ്യയുടെ വലിയൊരു വളർച്ച അത് യുക്രൈൻ വളരെ കൃത്യമായി തന്നെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഈ ജനുവരി മുതൽ മാത്രം, അതായത് ജനുവരി മുതൽ ഈ 5 മാസത്തിനുള്ളിൽ 22,000-ത്തിലധികം ദൗത്യങ്ങൾ റോബോട്ടുകളെ ഉപയോഗിച്ച്, അതായത് മനുഷ്യനില്ലാതെ യുക്രൈൻ പൂർത്തിയാക്കി എന്നാണ് മനസ്സിലാക്കേണ്ടത്. 4 ചക്രങ്ങളുള്ള ചെറിയ വാഹനങ്ങളിൽ വൻതോതിൽ സ്ഫോടക വസ്തുക്കളുമായി ഈ റോബോട്ടുകളെ ശത്രുപാളയത്തിലേക്ക് അയക്കും. പലപ്പോഴും റഷ്യൻ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. ഈ റഷ്യൻ സൈനികർ റോബോട്ടുകളെ സൈലന്റ് കില്ലർ എന്ന് വിളിക്കുന്നു. 10 മീറ്റർ അരികെ എത്തുമ്പോൾ മാത്രമാണ് ഇവയുടെ സാന്നിധ്യം റഷ്യൻ സൈന്യത്തിന് തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോഴേക്കും പൊട്ടിത്തെറിക്കും, നിരവധി സൈനികർ കൊല്ലപ്പെടും. ഇതിപ്പോൾ റഷ്യൻ സൈന്യത്തിന് വലിയ തോതിലുള്ള ഒരു പ്രശ്നമായി മാറിയിരിക്കുകയാണ്. ഒരുപാട് റഷ്യൻ സൈനികർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അങ്ങനെ പുതിയ യുദ്ധതന്ത്രം വിജയകരമായി പരീക്ഷിച്ച് നടപ്പിലാക്കുകയാണ് യുക്രൈൻ.